ഈ ഓപ്പൺ സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഈ ഓപ്പൺ സ്ട്രീറ്റിൽ പലതരത്തിലുള്ള ബിസിനസ് നടത്തുന്നവർ കാണും. പക്ഷേ ഞാൻ ട്രിവാൻഡ്രത്ത് അധികം കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ടതുകൊണ്ടാവണം. പല രീതിയിലാണ് അവരുടെ ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത്. ചില ആൾക്കാർ അവരുടെ പ്രോഡക്റ്റ്സ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി നിർബന്ധിച്ച് വിളിച്ചവർ അവരുടെ ഷോപ്പിൽ കയറ്റും. ചില സ്ഥലങ്ങളിൽ അവരുടെ ഓഫറിനെ ഈ ജനങ്ങൾ കൂടി വരുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ ഈ ബസാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വരുന്ന സമയത്ത് ഓഫേഴ്സിനെ വിളിക്കും. ഉറക്കെ വിളിച്ച് പറയും 3 എണ്ണം ഇത്ര രൂപ, എങ്ങനെയൊക്കെ അവിടെ ഓഫേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ പറയും, അമ്മ നിങ്ങൾക്ക് നന്നായിട്ട് ഞാൻ മലയാളത്തിൽ പറയാം, നിങ്ങൾക്ക് നന്നായിട്ട് ചേരും, നിങ്ങളുടെ സൈസിനുള്ള ഡ്രസ്സ് ഉണ്ടെന്നൊക്കെ പറയും. സോ അവരൊന്ന് അട്രാക്റ്റ് ചെയ്ത് അവരുടെ മാർക്കറ്റ് ബിസിനസ് ചെയ്യുവാണേ, അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുവാണേ. ഇനി വേറൊരു കൂട്ടരുണ്ടേ, പേടിപ്പിച്ച് അവരുടെ പ്രോഡക്റ്റ് മേടിപ്പിക്കും. അത് എന്ത് പറയാൻ, ഈ ജ്യോതിശാസ്ത്രം പോലെയൊക്കെയുള്ള, അതായത് അതിനെ ഒരു ഉപജീവന മാർഗം പോലെ എടുത്ത് വെച്ച് ജീവിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഈ സ്ട്രീറ്റിൽ കണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനത് പറയാനായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നടന്നു വന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഡിഫറെൻ്റായിട്ടൊരു കാര്യം ഇരിക്കുന്നുണ്ട്. നോക്കി, കുറേ ഡിഫറെൻറ്റ് കളേഴ്സിൽ കുറച്ച് സ്റ്റോൺസ് ഇരിക്കുന്നത്, നല്ല ഭംഗിയുണ്ട്. റെഡും ഗ്രീനും ഒരു പേൾ വൈറ്റും ഒരു ബ്ലാക്കും, അങ്ങനെയൊക്കെ. എനിക്ക് ഈ സ്റ്റോൺ വെച്ച സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ നോക്കി, ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കി. അപ്പോൾ ഒരാൾ ഒരു സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ചിട്ട് അവിടെ ഇരിക്കുക. അപ്പം ഞാൻ ആ സ്റ്റോൺ പോയി ചെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും പുള്ളി എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, അമ്മ ഉങ്ങൾക്ക് കഷ്ടകാലം വരപ്പോകുതമ്മ, മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ, അമ്മ ഉങ്ങൾക്ക് കഷ്ടകാലം വരപ്പോകുതമ്മ. അപ്പം ഞാൻ വന്നൊന്ന് ഈ സ്റ്റോൺ നോക്കിയതിലേ ഉള്ളൂ, അതിന് പിന്നെ കഷ്ടകാലം. ഉങ്ങൾക്ക് കഷ്ടകാലം എന്താ വരാൻ പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചാൽ, എന്ത് ഉങ്ങളെ കണ്ണ് ശരിയല്ലേ, അപ്പം ഉങ്ങൾക്ക് എന്നമോ ഏതോ ഒക്കെ വരപ്പോകുന്നത്. ഞാൻ അവരുടെ എൻ്റെ വർഷം തമിഴാണേ പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് മിസ്റ്റേക്ക് കാണും. ശരിക്ക് എനിക്ക് അന്നേരം ചിരിയും വന്നു. ഞാൻ അതിന് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഒരു കാര്യം ഒരു ആംബുലൻസ് പോകുന്നു, പൊക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഇത്തിരി സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെവിടെ പോയേ, റോഡിലോട്ടൊന്ന് ഇറങ്ങിയപ്പോഴത്തേനും ദേ ഇരിക്കുന്നു, മനുഷ്യനെ പേടിപ്പിച്ച്. അതായത് ശരിക്കൊരു ബ്ലാക്ക് മെയിലിംഗ് ബിസിനസ്സാണ് കേട്ടോ അത്. ഒരാൾക്ക് കഷ്ടകാലം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തായിരുന്നാലും എത്ര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഈ സാധനം ചെറുതായിട്ടൊക്കെ ഒന്ന് കയറി ലേശം വീശും. ചിലപ്പോൾ രാത്രി കിടക്കാൻ നേരത്തെങ്കിലും ഈ സാധനം ഓർമ്മ വരും. അപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി, നല്ല മെൻ്റൽ ഹെൽത്തോടു കൂടി ഇരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊരു കഷ്ടകാലം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് റിസീവ് ചെയ്താൽ പോയി തീർന്നു. സോ ഈ സാധനം ഞാൻ അത്ര വലുതായിട്ട് എടുത്തില്ല. ഞാൻ കളഞ്ഞു, ഞാനങ്ങ് ചിരിച്ച് കളഞ്ഞു. പക്ഷേ ഞാൻ കുറച്ച് നേരം എവിടെയോ ഞാൻ പോയി ചെന്ന് മാറിയിരുന്നപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് മൈൻഡിൽ നമ്മളിങ്ങനെ റിവൈൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് വീണ്ടും വന്നപ്പോൾ എന്തോ ഒരു ഡിസ്റ്റർബൻസ് കേട്ടോ, എന്തോ ഒരു ഡിസ്റ്റർബൻസ് എൻ്റെ മൈൻഡിൽ എനിക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നി. മേ ബി അത് കേട്ട് അപ്പോഴും കളഞ്ഞെങ്കിലും, അതിന് വലിയ സീരിയസ് ആയിട്ട് അതിനെ ഞാൻ എടുക്കാണ്ട് കളഞ്ഞെങ്കിലും, പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കതെന്തോ സംതിങ് എന്നെ എവിടെയോ എന്തോ ഒരു സാധനം കയറി ചൊറിയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മൊബൈലെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ആക്കിയപ്പോഴത്തേനും വരുന്നു നമ്മുടെ പേളിമാണിയുടെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ. ഞാൻ ആ വീഡിയോ എന്താണെന്ന് ഇവിടെ കാണിക്കാം, കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി പറയാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചാലും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളത് മനസ്സിൽ അച്ചീവ് ചെയ്യണം. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിത്തിങ്. ചില ആൾക്കാർ പറയും എനിക്ക് ഹാപ്പി ആവണം, ഐ ജസ്റ്റ് വാണ്ട് ബി ഹാപ്പി എന്ന് പറയും. ഫസ്റ്റ് ബി ഹാപ്പി ഇൻ യുവർ മൈൻഡ്. ഡോണ്ട് വെയിറ്റ് പുറത്തുനിന്ന് വല്ലതൊക്കെ വന്നാൽ ഐ വിൽ ബി ഹാപ്പി എന്ന് പറയുന്നതുകൊണ്ടല്ലേ ഈ ഡിലേ വരുന്നത്. കണ്ണടച്ച് ജസ്റ്റ് ഇമാജിൻ, ജസ്റ്റ് ട്രാവൽ, ജസ്റ്റ് വിഷ്വലൈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ലൈഫ്. ബിക്കോസ് ഈ മനസ്സിൻ്റെ പവർ നിങ്ങൾ അറിയണം. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഓൾറെഡി അറിയാവുന്നവർ ഇനിയും അതിനെ ഡീപ്പറായിട്ട് അറിയണം എന്നാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. ബിക്കോസ് ഐ കാണ്ട്
talk enough about the power of your mind. അപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ, ശരിക്ക് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തത്തിൽ വീണ്ടും ഒന്ന് റിഫ്രഷായി. അതായത് പുള്ളിക്കാരി പറയുന്നത് നിങ്ങളുടെ മൈൻഡ് പവർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അത്രയും വാല്യൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര മാസ്സായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റും മൈൻഡ് പവർ കൊണ്ട്. സോ അത് ലാസ്റ്റ് കുറേ ഇയേഴ്സ് കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എങ്കിൽ പോലും എനിക്ക് ഈ സാധനം വീണ്ടും ഹോണ്ട് ചെയ്തപ്പോൾ ഒറ്റ നിമിഷം എവിടെ കൂടെയൊക്കെ കയറി ഈ സാധനം നെഗറ്റീവായിട്ടുള്ള സാധനം വന്നപ്പോൾ കയറി വീശിയെങ്കിലും ആ വീശിയ സാധനത്തെ, നെഗറ്റീവായിട്ട് നമുക്ക് തോന്നിയ സാധനത്തെ ഒറ്റ നിമിഷം കൊണ്ടൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സാധനത്തിന് എൻ്റെ മേലിൽ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കിടന്ന നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിനെ ഒന്നടങ്കവനെ ഇല്ലാണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. സോ ഇതിൽ നിന്നിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ആ കൂടെ പതറാം സാധ്യത ഉണ്ട്. ഞാനപ്പോൾ അങ്ങ് ചിരിച്ച് കളഞ്ഞുവെങ്കിലും ജസ്റ്റ് ഇതെൻ്റെ മൈൻഡിൽ കൂടി വീണ്ടും റീതിങ്ക് ചെയ്തപ്പോൾ ഇനി എന്തെങ്കിലും ആണ്, കഷ്ടകാലമാണ് എന്നൊക്കെ ആരാണെന്നുണ്ടെങ്കിൽ വിചാരിക്കും. അതുപോലെ നോർമലി ഞാനും വിചാരിച്ചു, ആംബുലൻസ് പോവുകയാണല്ലോ, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം നടന്നോ. എന്തായാലും ബ്ലെസ്സിങ്സ്. പക്ഷേ ആ പുള്ളിക്കാരിയുടെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഉണ്ടായ ഒരു മൈൻഡൊക്കെ വീണ്ടും നീ കഷ്ടകാലമെന്ന് ഇനി ഒരാളല്ല ചുറ്റും 1000 പേര് നിന്ന് പറഞ്ഞിരുന്നാലും നമുക്കത് കാര്യമല്ല, നമുക്കത് വിഷയമല്ല. സോ നമ്മൾ പോസിറ്റീവ് വൈബ് തരുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ കണക്ഷൻസ് വെക്കുക. നമ്മളിപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ പറയാം, നമ്മളിപ്പം ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ചുമ്മാ ഇരുന്ന് വാച്ച് ചെയ്യണമെങ്കിൽ പോലും പോസിറ്റീവ് വൈബുള്ള വ്യക്തികളുടെ സംസാരങ്ങളും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും ഒക്കെ നമ്മൾ വാച്ച് ചെയ്യുക. ബിക്കോസ് അത് മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ ബോക്സിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം, നമ്മളെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരുടെ അപ്രോച്ചും അവരുടെ വീഡിയോസും അവരുടെ വേർഡ്സും അവരുടെ ലൈഫും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ലൈഫിനകത്ത് ഇനി ഏത് ജ്യോതിശാസ്ത്രജ്ഞനോ ഇനി ആര് വേണമെന്നുണ്ടെങ്കിലും വന്നിട്ട് അമ്മ അല്ലെങ്കിൽ അപ്പാ உங்களுக்கு കഷ്ടകാലം വരെ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടാ തൻ്റെ പണി നോക്കി എന്ന് പറയാൻ പാകത്തിന് മൈൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കണം. സോ ഒരാൾ അങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിടാ നിനക്ക് കഷ്ടകാലമാണ് അല്ലാന്നുണ്ടെങ്കിൽ നീ മുടിഞ്ഞു പോകണമെന്ന് പറഞ്ഞിരുന്നാലും നിങ്ങളോട് തന്നെ പറയണം, നോ, നവർ. എനിക്ക് ഇൻ കേസ് ഇനി എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റുള്ള ആർക്കോ ഒരാൾക്ക് എന്നെക്കൊണ്ട് എന്തോ ഒരു വലിയൊരു ആവശ്യമുണ്ട്. സോ ഇതും എൻ്റെ ഒരു ലൈഫിലെ വലിയൊരു ലെസണാണ്. എനിക്കങ്ങനെ ഒരു കഷ്ടകാലമില്ല, ഐ ആം ബ്ലെസ്ഡ് എന്ന് സ്വയം പറയുക, സ്വയം പറഞ്ഞ് അതിനങ്ങ് ഏറ്റെടുക്കുക. അല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറയുന്നതിന് ഹാർട്ടിൽ വെച്ചിട്ട് വല്ല ജോത്സ്യന്മാരും പൈസ ഉണ്ടാക്കി. ഇപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ കണ്ണ് പാത്താ അറിയാം എന്ന് പറഞ്ഞ്, ആക്ച്വലി ഞാൻ ഈ യാത്രയുടെ ക്ഷീണം കൊണ്ട് 3 ദിവസം കൊണ്ട് ഉറങ്ങിയിട്ടില്ല. കാര്യം വീഡിയോയും എഡിറ്റിങ്ങും പിന്നെ എനിക്ക് ഉറക്കം ശരിയാവുന്നില്ല, വീട് മാറിയതിൻ്റെ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നോക്കുമ്പോഴത്തേനും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഉറക്കം നേരെ വന്നില്ല. അപ്പോൾ ഉറക്കം നേരെ വരാണ്ടിരിക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കണ്ണ് പണിയാണ്. ഒന്നാമതേ എൻ്റെ ഒരു കണ്ണ് വലുതും ഒരു കണ്ണും ചെറുതുമാണ്, ഒരു കണ്ണ് വാതി അടഞ്ഞിരിക്കുക. അപ്പം ഉറങ്ങാണ്ടും കൂടി ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥയ്ക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല കുറേ നാൾ കൊണ്ട് കുറച്ച് കാര്യങ്ങൾക്കകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ, വർക്കിനകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഉറക്കം ശരിക്ക് കിട്ടാത്തത് കൊണ്ടും എൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ ബ്ലാക്ക് ഷാഡോ വീണിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പം ഏതൊരുത്തന്നെ മനസ്സിലാകും, ഓക്കെ ഇവർക്ക് ഉറക്കമില്ല. ഇനി ഉറക്കമില്ലാതെ ഇരിക്കുന്ന സാധാരണ വ്യക്തികൾ ആരൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ മൂത്തിരിക്കുന്നവരാണ് ഉറങ്ങാതിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അതുമല്ല. അപ്പം അതൊക്കെ അവരുടെ ഒരു മാർക്കറ്റിംഗ് ട്രിക്കാണ്. തൻ്റെ കയ്യിലിരിക്കുന്ന സാധനം പേടിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് മേടിപ്പിക്കുക. സോ ഇങ്ങനെയുള്ള പണികളിലൊന്നും പോയി ചെന്ന് വീഴരുത്. പുള്ളി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാം, കല്ല് അവിടെ തന്നെ ഇരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. സോ ഇതും ഒരു എക്സ്പീരിയൻസാണ്. സോ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ, പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ്, പോസിറ്റീവായിട്ടുള്ള വീഡിയോസ്, പോസിറ്റീവായിട്ടുള്ള സ്പീച്ച്, ഇതൊക്കെ കേൾക്കുക.
കേട്ട് തുടങ്ങും. ഒരു 10, 15, 20 ദിവസം അത് കേട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ അകത്ത് മാത്രം നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്തേ. അതിനകത്ത് മാത്രം പോസിറ്റീവായിട്ടുള്ള വേർഡ്സും പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചസും പോസിറ്റീവായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള മിംഗ്ലിങ്ങും പോസിറ്റീവായിട്ടുള്ള വീഡിയോ കാണലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കകത്ത് മാത്രം നിങ്ങളൊന്ന് ഒരു 15 to 20 ഡേയ്സ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയേ. 21st ഡേ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു പുനർജന്മമായിരിക്കും. ഇറ്റ്സ് പക്ക.